ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ദൈവഭയത്തിലും നല്ല മനസാക്ഷിക്കനുസരിച്ചും ജീവിക്കുന്നവർക്ക് ശത്രുക്കളുണ്ടാകില്ല എന്ന ധാരണ ശരിയല്ല. ദൈവശബ്ദം കേട്ട് അതിനനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ശത്രുക്കളുണ്ടാകും. സ്വന്തമായി അഭിപ്രായമൊന്നും ഇല്ലാത്തവർക്ക് മാത്രമേ ശത്രുക്കൾ ഇല്ലാതിരിക്കൂ. നമ്മുടെ കർത്താവിന് ശത്രുക്കളുണ്ടായിരുന്നു. നസ്രയത്തിലെ സിനഗോഗിൽ വന്നുകൂടിയവർ യേശുവിനെ മലയിൽ നിന്നും തള്ളിയിടുവാനൊരുങ്ങി. പരീശന്മാരും സദൂക്യരും പുരോഹിതന്മാരും മാത്രമല്ല, സ്വന്തം സഹോദരങ്ങൾ പോലും ശത്രുക്കളായിരുന്നു. എന്നാൽ യേശു അവരെക്കുറിച്ച് ചിന്തിച്ച് ആകുലപ്പെടുകയും ഭാരപ്പെടുകയും ആരോടെങ്കിലും തൻ്റെ പ്രയാസം അറിയിക്കുകയും ചെയ്തിട്ടില്ല. തൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് അതിൽ വ്യാപൃതനായിരുന്നു. ശത്രുക്കളെ ഇല്ലാതാക്കുകയല്ല, അവരുടെ മുൻപിൽ ദൈവം നമുക്കായി മേശ ഒരുക്കുകയാണ് ചെയ്യുന്നത്. നീതിമാന് വിരോധമായി ദുഷ്ടന്മാർ കൂട്ടുകൂടുന്നു, എങ്കിലും ദൈവം അവന് അഭയസ്ഥാനമാകുന്നു. എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും ദൈവം എന്നെ ചേർത്തുകൊള്ളും. കർത്താവ് തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നു. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. എന്നീ വേദവാക്യങ്ങൾ ശത്രുക്കളില്ലാത്ത ജീവിതത്തെയല്ല, ശത്രുക്കളുടെ ഇടയിലൂടെ ആപത്തുകളേശാതെ നടത്തുന്ന ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മെ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ആകുലപ്പെടരുത്. ശത്രുക്കൾ വർദ്ധിച്ചാൽ ഭയപ്പെടരുത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാമെന്ന് വ്യാമോഹിക്കരുത്. ശത്രുക്കളുടെ മധ്യത്തിൽ ജീവിക്കുവാനുള്ള ധീരത നൽകണമേ എന്നു മാത്രം പ്രാർത്ഥിക്കാം. ഉത്കൃഷ്ട ജീവിതം ശത്രുക്കളില്ലാത്ത ജീവിതമല്ല. ദൈവത്തെ നോക്കി ധീരമായി ജീവിക്കുകയാണ് വേണ്ടത്. സങ്കീർത്തനം 23:5. എൻ്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.